ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കേനോപനിഷത്തിലേക്ക് സ്വാഗതം. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം, എങ്ങനെയാണ് ഈ ധ്യാനത്തിൻ്റെ വഴി എന്താണ്? ഏറെ ഈ ഉപനിഷത്തിൽ എങ്ങനെയാണ് ഈ ധ്യാനം വഴി ഈ സാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരുപാട് പേരിൽ ഇങ്ങനെ സംശയങ്ങളുള്ളതാണ്. ഉപനിഷത്ത്, കേനോപനിഷത്ത് ഇവിടെ ധ്യാനത്തെക്കുറിച്ച്, ആ ധ്യാന ഭൂമികയിലേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ 4-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. ഈ മന്ത്രം നമുക്ക് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒരു സംശയം ചോദിച്ചിട്ടുള്ളത്, ഈ അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതാഹ പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകവും, അതുപോലെ ഇവിടെ യച്ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. നീ ഇവിടെ ബ്രഹ്മമെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല. ഭഗവാൻ ഗീതയിൽ എന്നെ ആരാണ് ഒരു മനുഷ്യക്കുട്ടിയായി, ഒരു മനുഷ്യനായി, മനുഷ്യൻ്റെ ശരീരത്തോട് ബന്ധപ്പെട്ടവനായി മനസ്സിലാക്കുന്നത്, അവർ മൂഢന്മാരാണ്, ആ മൂഢന്മാരെന്നെ അവമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ ഒക്കെ ഇങ്ങനെ കൃഷ്ണൻ്റെ ജന്മവും രാമായണത്തിൽ രാമൻ്റെ ജന്മവും ഒക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ വ്യാസർ തന്നെ. അപ്പോൾ ഈ ഉപനിഷത്തുമായിട്ട് അതിനൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്നൊക്കെയാണ് സംശയം. പലാവർത്തി ഈ സംശയം പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി പറയട്ടെ. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒന്നാണല്ലോ ശങ്കരാചാര്യരുടെ ക്ഷമാപണ സ്തോത്രം. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലായിട്ടുള്ളത്? ഭഗവാനെ, ഞാൻ ചെയ്ത 3 തെറ്റുകൾ എന്നോട് പൊറുക്കണം എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? രൂപമില്ലാത്ത അങ്ങേക്ക് ഞാനൊരു രൂപം ഉണ്ടാക്കി, അതാണ് ഞാൻ ആദ്യം ചെയ്ത തെറ്റ്. അങ്ങ് എന്താണ്? അരൂപനാണ്. അരൂപനായിട്ടുള്ള ഒരാളുടേതാണ് എല്ലാ രൂപങ്ങളും. അതുപോലെ പ്രത്യേകിച്ചൊരു നാമമൊന്നും ഇല്ലാത്ത അങ്ങേക്ക് ഞാൻ നാമങ്ങൾ ഉണ്ടാക്കി സ്തുതിച്ചു. ഇന്നടത്ത് നിന്ന് പരിമിതി, അപരിമേയനായിട്ടുള്ള അങ്ങേക്ക് ഞാൻ തീർത്ഥാടനം കൊണ്ട് പരിമിതമാക്കി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, എന്നെ അവഹേളിക്കുന്നു, അവമാനിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങയെ അവമാനിച്ചിട്ടില്ല എന്ന് ശങ്കരാചാര്യർ പറയുന്നു. ഒന്നും വേണ്ട. കൃഷ്ണനെ തന്നെ, കൃഷ്ണൻ്റെ ജന്മം പറയുന്ന, എന്താ പറയുക, സത്യസ്യ സത്യം പരം നിധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൃഷ്ണാവതാരം വരുന്നത് തന്നെ. ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരു സാധാരണ ഒരു പ്രസവം പോലെയല്ല, അതിനെ മനസ്സിലാക്കേണ്ടതും അങ്ങനെയല്ല. അതേസമയം കൃഷ്ണനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃഷ്ണൻ്റെ ധ്യാനം എന്താണ്? സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. അങ്ങനെയാണല്ലോ. സച്ചിദാനന്ദരൂപായ, അങ്ങയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സത് ചിത് ആനന്ദം. എന്താണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ? സത് കിം കാലത്രയേബി യത് തിഷ്ഠതി തത് സത്. 3 കാലത്തും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നുമുള്ളത്. കൃഷ്ണൻ എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന കൃഷ്ണൻ അങ്ങനെ എന്നുള്ളതാണോ? അല്ലല്ലോ. ഏത് കൃഷ്ണൻ? ഇപ്പറയുന്ന കൃഷ്ണൻ, ജനിച്ചു എന്ന് പറയുന്ന കൃഷ്ണൻ ഒരാളാൽ വധിക്കപ്പെടുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതൊരു അപകട മരണമാണ് കൃഷ്ണൻ്റെ മരണം. രാമൻ്റെ മരണം ആത്മഹത്യയാണ്, ഒരു സൂയിസൈഡാണ്, രാമൻ തന്നെ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല. വെള്ളത്തിലേക്ക്
മുങ്ങിപ്പോണ നദിയിൽ പോകുന്ന. നമുക്ക് വേണമെങ്കിൽ അത് സമാധി അത് എന്നൊക്കെ പറയാം, പക്ഷേ സംഗതി എന്താണ്? ആത്മഹത്യയാണ്. അങ്ങനെ നോക്കിയാൽ ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നു, ഒരാൾ കയറെടുത്ത് തൂങ്ങുന്നു. വസ്തുനിഷ്ഠമായി നോക്കിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണ്, മറ്റേത് അപകടമരണവുമാണ്, കൊലപാതകമാണ്. വേടൻ കൊല ചെയ്തതാണ് കൃഷ്ണനെ. അറിയില്ലായിരുന്നു എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഇപ്പോൾ ഡ്രൈവിങ്ങിൽ നമ്മളൊരു ആളെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് അയാൾ മരിച്ചു. കൊലക്കുറ്റത്തിന് നമ്മുടെ പേരിൽ കേസുണ്ട്, പക്ഷേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അങ്ങനെയാണ് ആ കേസ് വരിക. ഇന്ത്യൻ പീനൽ കോഡിൽ, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്, ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ അതിലെന്താണ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് വേടൻ്റെ പേരിൽ. ഏത് വേടൻ? കൃഷ്ണനെ അമ്പ് ചെയ്ത വേടൻ. അപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ നിങ്ങൾ മഹാഭാരതം എടുത്താലും ശ്രീമദ് ഭാഗവതം എടുത്താലും ഒക്കെ തന്നെ വ്യാസൻ ഈ കാര്യം ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് വ്യാസർ ഇതിഹാസങ്ങളും പുരാണങ്ങളും ചമച്ചത്? വേദാർത്ഥത്തെ കഥാരൂപത്തിൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കഥ വരാൻ പോകുന്നുണ്ട്. അപ്പം വേദത്തിൻ്റെ താത്പര്യത്തെ കഥാരൂപേണ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളതിൽ മുറുകെ പിടിക്കരുത്. ഇത് തന്നെയാണ് നമ്മുടെ ജന്മത്തെയും നിഷേധിക്കാനുള്ളത്. നമ്മളും വാസ്തവത്തിൽ നമ്മളിലുള്ള ജനിമൃതികളും അയഥാർത്ഥ്യമാണ്. എങ്ങനെ? പാരമാർത്ഥിക തലത്തിൽ നോക്കിയാൽ ശരീരവുമായി താതാത്മ്യപ്പെട്ടിട്ടാണ് നാം നമ്മെ വിലയിരുത്തുന്നതെങ്കിൽ നമുക്ക് ജനിമൃതിയുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. എനിക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, സ്വാഭാവികമായിട്ടും നാളെ എന്നെങ്കിലും മരിക്കും. അപ്പോൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാവും, 2 സർട്ടിഫിക്കറ്റും ഉണ്ടാവും, നമ്മുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ. പക്ഷേ ഈ രാമൻ എന്ന് പറയുന്നതും കൃഷ്ണൻ എന്ന് പറയുന്നതും അങ്ങനെ ഒരിടത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയതാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സച്ചിദാനന്ദ രൂപമാവുക? സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ, ഈ വിശ്വത്തിൻ്റെ ഉത്പത്തിക്ക് ഹേതുവായിട്ടുള്ളത്. നമ്മൾ തത്വമസി മഹാവാക്യം പഠിക്കുന്ന സമയത്ത് എന്താണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ലായ്മയല്ല, ഉണ്മ തന്നെയാണ്. നമ്മൾ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിശ്വോത്പത്യാദി ഹേതവേ, വിശ്വത്തിൻ്റെ ഉത്പത്തിക്ക് ഹേതുവായിട്ടുള്ള, അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വത്തിൻ്റെ ഉത്പത്തിക്ക് ഹേതുവാകുന്നത്? ഇങ്ങനെ ഈ ഒരു കാലത്ത് ജനിച്ച ഒരാൾ, അയാളുടെ ഉത്പത്തിക്ക് ഹേതുവായിട്ടുള്ളത് ആരാണ്? മൂപ്പരുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ കൃഷ്ണനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ പറയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ളവനെ എന്ന് പറയുമ്പോൾ തന്നെ കാര്യം ക്ലിയർ ആയില്ലേ? താപത്രയ വിനാശായ, ഈ ആദ്യത്തെ പറഞ്ഞ 2 വരികളുടെ അർത്ഥം മനസ്സിലാവുമ്പോൾ തന്നെ നമ്മുടെ താപത്രയങ്ങളെല്ലാം പോകും. താപത്രയങ്ങൾ എന്തൊക്കെയാണ്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷേണയുള്ള നാശത്തിനായിക്കൊണ്ട് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ, ശ്രീകൃഷ്ണനായിക്കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു. ഞാനാണെങ്കിൽ അഹം നമാമി എന്ന് പറയാം, ഞാൻ നമസ്കരിക്കുന്നു. വയം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ്? നുമഹ. എന്താ ഈ നുമഹ? ഈ നമഹ എന്നല്ല വേണ്ട, അതവിടെ അക്ഷരത്തെറ്റാണ്. പലരുടെ പുസ്തകങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും റെഫറൻസിനൊക്കെ മേടിക്കുന്ന സമയത്ത് അവർ ഈ നമഹ വെട്ടിയിട്ട് നുമഹ വെട്ടിയിട്ട് നമഹ എന്നാക്കി വെച്ചിട്ടുണ്ട്. അത് വയം ബഹുവചനത്തിൽ നമ്മുടെ സംസ്കൃത ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് അറിയാം. അപ്പം ഞങ്ങളാണ് ഒന്നിൽ കൂടുതൽ പേര് നമസ്കരിക്കും. എന്താണ് നമഃ? ഒന്നിൽ കൂടുതൽ പേര് ആളുകൾ ചോദിക്കുമ്പോൾ പറയുമ്പോൾ എന്താണ്? ഊജുഹു. ഒരാളാണെങ്കിലോ ഉവാച. ശ്രീമദ് ഭാഗവതത്തിൽ കാണാം,
ദേവന്മാർ പറയുന്നു. അത് ഊജുവാണ്. ഒരാളാണെങ്കിലോ ഉവാച. ഏതായാലും ഇത് സംസ്കൃതം ക്ലാസ് അല്ല. എന്താ സന്ദർഭവശാൽ ആ ശ്ലോകത്തിന് അർത്ഥം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുമല്ലോ. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം അജായ നമഃ. ജനിക്കാത്തവനാണ് ആദ്യത്തെ നമസ്കാരം. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ അച്ചാച്ചൻ്റെ പേര് അജൻ എന്നാണ്. അജം നിർവികൽപം നിരാകാരമേകം എല്ലാം. അപ്പം ഇത് നമ്മുടെ കാര്യത്തിൽ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതെ. നമ്മളും വാസ്തവത്തിൽ ജനിച്ചിട്ടില്ല. ഇത് തന്നെയല്ലേ ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ഞാനോ നീയോ ഈ കാണുന്ന രാജാക്കന്മാരോ ഒരിക്കലും ഇല്ലാതെ ഇരിക്കുകയില്ല. നാളെ ഇല്ലാതെ ആകുകയുമില്ല. ഇന്നലെ ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഒരിക്കലും ഇല്ലാതെ ആകുകയുമില്ല. പാരമാർത്ഥിക തലത്തിൽ, വ്യാവഹാരിക തലത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ ഇന്ന ആളുടെ മകനൊക്കെ ആയിട്ട് ജനിച്ചതായിരിക്കാം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ. ഈ തത്വത്തെയാണ് വ്യാസർ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിത്രകേതു ഉപാഖ്യാനത്തിൽ എന്താണ് ചിത്രകേതുവിൻ്റെ പുത്രൻ മരിച്ചിട്ട് പറയുന്നത്? ഇത് തന്നെ. ആ കുട്ടി ജീവ ഉവാച, ജീവൻ പറഞ്ഞു. ഏത് ജന്മത്തിലെ ഏതച്ഛൻ ഏതമ്മ, തത്വം ഇതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. കാരണം എന്താ, നിങ്ങളുടെ മനോബുദ്ധി അതിൽ അത്രമാത്രം രൂഢമൂലമായി. നിങ്ങൾ വിചാരിക്കുന്നു ഇത് 5000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഇത്രയോ വർഷം മുമ്പ് ഇന്ന ആൾക്ക് ഇങ്ങനെ ജനിച്ചു എന്ന്. കൃഷ്ണൻ ഒരു വളർത്തച്ഛനും ഉണ്ട്, ഒരു വളർത്തമ്മയുമുണ്ട്. സ്വന്തം അച്ഛനും അങ്ങനെ ഒരു അമ്മയും. അതൊക്കെ കഥ ചമയ്ക്കുമ്പോൾ അതിമനോഹരമായിട്ട് തന്നെ ചമയ്ക്കും. പക്ഷേ അതിൽ നിറയെ കോൺട്രഡിക്ഷനും ഉണ്ടാവും. കൃഷ്ണൻ്റെ ജന്മം അങ്ങനെയാണ്. സാധാരണ ഒരു കുട്ടി ജനിക്കുന്നത് പോലെയല്ല. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു സാധാരണ കുട്ടി ജനിക്കുന്നത് പോലെ അല്ലാതെ അങ്ങനെ കാണിക്കുന്നത്? ഇത് ഇന്ന തത്വമാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ തത്വത്തെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ഈ പുതിയ ലോകത്ത് ഇത്തരം ആശയങ്ങളെ കൊണ്ടൊക്കെ അതിമനോഹരമായി നിർമ്മിച്ച ഒരു സിനിമയാണ് ഇൻസൈഡ് ഔട്ട് എന്നുള്ളത്. നിങ്ങളത് കാണണം എന്ന് നമ്മൾ അപേക്ഷിച്ചത് അതുകൊണ്ടാണ്. എന്താണത്? വാല്യൂസൊക്കെ ക്യാരക്ടേഴ്സാണ്. സന്തോഷം ക്യാരക്ടറാണ്, ആങ്കർ ക്യാരക്ടറാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജലസി, ഈ നമ്മളിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെ വിചാരങ്ങളുണ്ടോ അതെല്ലാം കഥാപാത്രങ്ങളാണ്. എന്നിട്ടോ എന്താ പറയുന്നത്, വേൾഡ് റെക്കോർഡ് കളക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിയാണത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറയുന്നത്. 1 ഉണ്ട്, 2 കാണേണ്ടതാണ്. അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സിനിമയാണ്. സംഗതി എന്താ? മഹാഭാരതമാണ്. പക്ഷെ നമ്മൾ മഹാഭാരതം കാണിക്കുമ്പോൾ എങ്ങനെയാണ്? ഈ ഭീഷ്മരെയും കർണൻ ഇത് കിരീടോ അതും ഇതൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു പണ്ടിങ്ങനെ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ടാണ് വ്യാസർ പറഞ്ഞത് ഏതത് കഥായാം നതു പാരമാർത്ഥ്യം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഇതൊന്നും ഉള്ളതല്ല, കഥകളാണ് എന്ന്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ ആ ശങ്കരൻ എഗെയിൻ തെങ്ങുമിൽ തന്നെ എന്നുള്ളതാണ്. ഇനി നിങ്ങളോട് നമ്മൾ പറയാം അല്ല കൃഷ്ണൻ ജനിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് സംശയത്തിൻ്റെ ഒരു പൂരായിരിക്കും. കാരണം കൃഷ്ണൻ്റെ ചെയ്തികളൊക്കെ അങ്ങനെയുള്ളതാണ്. കൃഷ്ണൻ ഒരു കോടതിയിൽ നിന്നും ജാമ്യം കിട്ടൂല, ജമ്മത്ത് കിട്ടൂല. ആജീവനാന്തം കൃഷ്ണൻ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് നേരെ പ്രായപൂർത്തിയായ ജയിലിലേക്ക്, അവിടുന്ന് ആജീവനാന്തം അത്രയും കൊലപാതകങ്ങൾ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ സൂത്രധാരനായി നിന്നിട്ടുണ്ട്. സ്വന്തം അമ്മാവൻ മുതൽ അതിനു മുമ്പേ
കാലിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ മുല കുടിച്ചുകൊണ്ട് പൂതനയെ കൊന്നു. കാല് തട്ടിയിട്ട് തൃണാവർത്തനെ കൊന്നു, ശകടാസുരനെ കൊന്നു. ആരെയൊക്കെ? ഒന്ന് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ധേനുകനെ കൊന്നു. ഒരു 6 വയസ്സൊക്കെ ആയപ്പോൾ മുഷ്ടികൻ, ചാണൂരൻ, എത്ര ആളുകളെ. അല്ല, ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. അതെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? അങ്ങനെ നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചാൽ ശരിയാവുമോ? നിയമമൊക്കെ ഇല്ല ഇവിടെ. അങ്ങനെ ആരെയും കൊല്ലാനൊന്നുള്ള അധികാരമില്ല. അപ്പോൾ ഭഗവാനാണ് ഇവർക്കൊക്കെ ജീവൻ കൊടുത്തത് എങ്കിൽ ഭഗവാന് കൊല്ലാനുള്ള അധികാരമുണ്ട്. അത് ന്യായം. അപ്പോൾ ഈ കൃഷ്ണനാണോ ഇവരെയൊക്കെ ജീവിപ്പിച്ചത്? കൃഷ്ണൻ ജനിച്ചത് തന്നെ എന്നാ? കൃഷ്ണനേക്കാൾ പ്രായപൂർത്തിയായിട്ടുള്ളവരെയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ. കൃഷ്ണൻ്റെ അമ്മാവനെ കംസൻ. ശരി, വാദത്തിന് വേണ്ടി നിങ്ങളുടെ വാദം എടുത്താൽ കംസനെ ജനിപ്പിച്ചത് കൃഷ്ണനാണോ? അല്ലല്ലോ. കംസൻ ജനിക്കുന്ന സമയത്ത് കൃഷ്ണനില്ലല്ലോ. അതാണല്ലോ അർജുനൻ ചോദിച്ചത്. അർജുനൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചോദ്യമൊക്കെ അർജുനൻ ചോദിച്ചിട്ടുണ്ട്. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ. അങ്ങയുടെ ജന്മം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത്, സൂര്യൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ എത്രയോ മുമ്പ്. കഥമേതത് വിജാനി, ഞാനിതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അങ്ങ് പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ. ഇങ്ങനെ ഈ പരമ്പരയാലുള്ള ഈ ധർമ്മം, ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദു. ഞാനിങ്ങനെ പരമ്പരയായിട്ടുള്ള ഈ ധർമ്മത്തെ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത്. ഞാൻ പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്തു, സൂര്യൻ മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമ്പരയായിട്ട് ഇതിങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അർജുനൻ ചോദിച്ചത്, അതെങ്ങനെ ശരിയാവും? നിങ്ങളുടെ ജന്മം ഈ അടുത്ത കാലത്ത്, സൂര്യൻ്റെ ജന്മം ഏതോ കാലത്ത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നില്ലേ, ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. എടാ പൊട്ട അർജുന, എൻ്റെ ജന്മവും എൻ്റെ കർമ്മവും തത്വചിന്തയ്ക്ക് വിധേയമാക്കണം, അല്ലെങ്കിലോ നിനക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ ദിവ്യമാർന്ന ജന്മവും ദിവ്യമാർന്ന കർമ്മവും. അപ്പം ഈ കർമ്മം നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നത് പോലെ എന്നാണോ? അല്ല, അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അതിനെ തത്വചിന്തയ്ക്ക് വിധേയമാക്കണമെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിനുള്ള ഉത്തരം. പലപ്പോഴായിട്ട് നമ്മൾ പലയാവർത്തി ഈ സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് തോന്നുന്നത് നല്ലതാണ്, ഇതൊന്ന് ഉറയ്ക്കാൻ നല്ലതാണ്. പക്ഷേ ഇത് മറ്റേത് ഇളകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ആവർത്തിച്ച് നമ്മൾ പറയുന്ന ഒരു 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 ചോദ്യമുണ്ട് നിങ്ങളോട്. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഉപരിപഠനവും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇനി ഒന്നും വേണ്ട, ഹയർ എഡ്യൂക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിലും സൂര്യൻ കിഴക്കുദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ഒരു അയഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ലളിതമായ ശാസ്ത്ര സത്യം അറിയാത്തവരായിട്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ ആ തെളിമയാർന്ന അറിവ് ബീച്ചിലോ തടാകക്കരയിലോ ഏതെങ്കിലും മലഞ്ചെരുവിലോ, ഇനിയല്ല നിങ്ങളുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടോ ഒക്കെ സൂര്യാസ്തമയവും സൂര്യോദയവും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഒരാകെക്കൂടെ ഒരു വിമ്മിഷ്ടം, ഇത് ശരിക്കും ഉദിക്കുന്നില്ലല്ലോ, ശരിക്കും ഇത് അസ്തമിക്കുന്നില്ലല്ലോ
അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളുന്നേ, നിങ്ങൾ വഴിപാട് നടത്തിക്കോളൂ, പോറ്റിയെ പോറ്റിക്കോളൂ. പക്ഷെ എന്താ വേണ്ടത്? ഈ ഒരു ലളിതമായ സത്യം മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഈ കൃഷ്ണൻ, രാമൻ, ഗണപതി, ശിവൻ, എന്തൊക്കെ ഈ ആരാധനാമൂർത്തികളുണ്ടോ, ഇതൊക്കെ വൈദിക കാലത്തുള്ളതല്ല. വൈദിക കാലത്ത് കൃഷ്ണനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അത് ഈ കൃഷ്ണൻ തന്നെ ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പോൾ കൃഷ്ണോപനിഷത്ത് ഉണ്ട്, സീതോപനിഷത്തുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചരിത്രം പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചരിത്രത്തിലെ ആരെങ്കിലുമൊക്കെ ജനിച്ചു, ആരെങ്കിലുമൊക്കെ കുറേ ആൾക്കാരോട് തല്ലുകൂടി, ആകെ നോക്കിയാൽ ഇതെന്താ ഇപ്പോൾ മഹാഭാരതവും രാമായണവും ഒക്കെ ഇപ്പോൾ കാണുന്ന സീരിയൽ പോലെ തന്നെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളതൊരു ചരിത്ര കഥയാണെന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ വാദത്തിന് വേണ്ടി നമ്മൾ 100% അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു തരും. അതൊരു ചരിത്ര സംഭവമാണ്. അത് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള എന്തെങ്കിലും 10 പൈസയുടെ എന്തെങ്കിലും ഉണ്ടോ അതിൽ? വെറും എന്താ പെൺവാണിഭവും അന്യൻ്റെ സ്വത്ത് തട്ടിയെടുത്തതും ശുദ്ധ തെമ്മാടിത്തരം അല്ലാതെ. അങ്ങനെ പറഞ്ഞാൽ ചരിത്രപരമായിട്ടാണ് പറയുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഇത് രണ്ടും, മഹാഭാരതമാവട്ടെ രാമായണമാവട്ടെ, ശുദ്ധ തെമ്മാടിത്തരാണ്, പോക്കിരിത്തരാണ്. അതിൽ നടന്നിട്ടുള്ള മുഴുവൻ സ്ത്രീകളോടുള്ള അക്രമം, പാവപ്പെട്ടവനോടുള്ള എന്താ പറയുക, നിരപരാധികളെ കൊന്നൊടുക്കൽ, എന്തൊക്കെ. ഇതിൻ്റെയൊക്കെ വക്കാലത്ത് നിങ്ങൾ എടുക്കാൻ പോവുകയാണോ? എന്തിന് നിങ്ങളിത് പഠിക്കണം? ഇവിടെ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും തന്നെ താല്പര്യമില്ല, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിയാനും പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വഴിപാട് നടത്തി, നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, അതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഈശ്വരൻ പുറത്തില്ല, അകത്തുണ്ട്. ഹൃദ്ദേശേ തിഷ്ഠതി അർജുന. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ, ഹൃദയാന്തർഭാഗത്ത് എന്ന് പറഞ്ഞാൽ, ഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു. പുറത്തുനിന്നല്ല ഉപരിത അറിയേണ്ടത്, അകത്ത്. അതെല്ലാറ്റിലും എല്ലായിടത്തും. അതിനേറ്റക്കുറച്ചിലൊന്നുമില്ല. അത് നിങ്ങളുടെ വഴിപാടിൻ്റെ കണക്കെടുക്കുന്ന ഒരാളുമല്ല. അതൊക്കെ മാനുഷികമായ തലങ്ങളാണ്. അതൊക്കെ ഈശ്വരൻ എന്താ അത്ര ദരിദ്രവാസിയാണോ? നമ്മൾ കൊടുക്കുന്ന പാൽപ്പായസവും കദളിപ്പഴവും ഒക്കെ മൂപ്പരുടെ ഈ ഉദ്യാനത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിന് എവിടുന്ന് വേണമെങ്കിൽ ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. നമ്മൾ 50 രൂപയുടെ കൂണൊക്കെ മേടിച്ച് എന്താ കൂൺ ഫ്രൈ കഴിക്കുമ്പോൾ 4500, കിലോന് 45,000 ഒക്കെ ഉള്ള കൂണ് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. എന്നതുപോലെ നമ്മൾ എന്തിനാ ഈ 45,000-ൻ്റെ കൂണിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പർക്ക് നമ്മൾ കൊടുക്കണ ഈ കദളി പഞ്ചസാരയൊന്നും വേണ്ടേ? അതിലേറ്റവും നമുക്കൊന്നും കിട്ടാത്ത സാധനങ്ങൾ കിട്ടുന്ന ആളാ. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരു കോടീശ്വരൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാം എന്ന് വിചാരിച്ചാൽ, അപ്പം നമ്മുടെ ഒരു ചിന്ത എന്തായിരിക്കും? മൂപ്പർക്ക് ഇതിൻ്റെയൊക്കെ നല്ല എന്താ പറയുക അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പം ഇതിൻ്റെ മുഴുവൻ ഉടമയാണ്. ആ ഉടമയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് വേണോ? അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്തിനാ? കൊടുക്കണ്ടേ? കൊടുക്കണം. അതൊക്കെ ഈ സംസ്കാരത്തെയൊക്കെ നിലനിർത്തുന്ന, ഇതിനെയൊക്കെ പഠിപ്പിക്കുന്ന, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങളും ആശ്രമങ്ങളും ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന സഹായം എന്താണ്? ഈ ധർമ്മത്തെ ആളുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സങ്കേതങ്ങളുടെയൊക്കെ
ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അതല്ല ഇതൊക്കെ അനാവശ്യങ്ങളാണ്, ഇതല്ല വേണ്ടത്, വേറെ ഒന്നാണെങ്കിൽ അങ്ങനെ, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിനുള്ളതാണെന്ന് കരുതണ്ട. അത് അതിലും വലിയ വിഡ്ഢിത്തരാവും. നിങ്ങളാര് കൊടുക്കാൻ? എന്തൊരു ഒരു വിവരക്കേടാണത്. നിങ്ങൾ സമ്പന്നൻ, മൂപ്പര് ദരിദ്രവാസിയാണ്. അല്ല, സമ്പന്നന്മാരുടെ കാര്യത്തിൽ നിങ്ങളെന്താ തീരുമാനിക്കുന്നേ? മൂപ്പർക്കൊക്കെ നമ്മളെന്തിനു കൊടുക്കണം? അതെ, എം.എ. യൂസഫ് അലിയുടെ കല്യാണത്തിന്, അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആരുടെയെങ്കിലും കല്യാണത്തിന് നിങ്ങളെ വിളിച്ച ഒരു ഉദാഹരണം പറയുന്ന, നമ്മുടെ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ധനികനാണല്ലോ മൂപ്പരാണെങ്കിൽ. ആളുകളൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആൾ. ആ മൂപ്പർക്ക് ഇന്നാളെന്നൊന്നുമില്ല. ആ മൂപ്പര് നാട്ടുകാരെയൊക്കെ വിളിക്കും. അങ്ങനെ കല്യാണത്തിന് നിങ്ങളെ വിളിച്ചു, ശരി, നമുക്ക് ഇതങ്ങോട്ട് ആലോചിക്കാം. അങ്ങനെ യൂസഫ് അലിയുടെ കല്യാണത്തിന് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമോ, നമ്മളിങ്ങനെ കയ്യും വീശി ചെല്ലുന്നത് ശരിയാണോ? നമുക്കൊരു കാസറോൾ മേടിച്ചാലോ? അത് ലുലുന്ന് തന്നെ. എങ്ങനെ ഉണ്ടാവും? ലുലുന്ന് വേണ്ട, അത് മൂപ്പര് മനസ്സിലാക്കും, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ യൂസഫ് അലിയുടെ മകൻ്റെ മകളുടെ ആരുടെയെങ്കിലും, ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉദാഹരണം പറയുമ്പോൾ പറയാമല്ലോ. അപ്പോൾ അവിടേക്ക് നിങ്ങൾ ഈ കാസറോൾ മേടിക്കുമോ? 150-250 കാസറോൾ നിങ്ങൾ മേടിക്കുമോ? പിന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെയൊക്കെ ഡയമണ്ടൊക്കെ കൊടുക്കണം. അയ്യോ, അതൊക്കെ ഇപ്പോൾ നമ്മളെടുത്തുണ്ടാവും. നമുക്ക് ഈ കാസറോളല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കാസറോൾ കിട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുക? അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിന്ത, എനിക്ക് ഈ കാസറോൾ കൊണ്ടുപോയിട്ട് യൂസഫ് അലിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിനെ അവമാനിക്കലാണ്. അദ്ദേഹം കുടുംബസമേത കല്യാണത്തിന് വരാൻ പറഞ്ഞത് എൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും പ്രസൻസ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളിൽ നിന്നൊന്നും വേണ്ട. ഇതന്നെയാണ് ക്ഷേത്രത്തിലും. എൻ്റെ പ്രസൻസ്, ഭഗവാനെ, അങ്ങ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഇത്രയേ വേണ്ടൂ. അല്ല, നിങ്ങൾ അവിടേക്ക് ചെയ്യുന്ന ഏത് സ്വർണ്ണ കിരീടമാണെങ്കിലും അതൊക്കെ കാസറോളിന് തുല്യമാണ്. യൂസഫ് അലിക്ക് കാസറോൾ കൊടുക്കുന്നതിന് തുല്യം. യൂസഫ് അലി അല്ല, അവിടേക്ക് ഇനി വേറെ ഏതെങ്കിലും ധനികൻ്റെ പേര് നിങ്ങൾ വെച്ചോളൂ. ഈ ഹിന്ദുക്കളായ ഞങ്ങളോട് എന്തിനാ സ്വാമി യൂസഫ് അലി എന്നൊക്കെ പറയുന്നത്? ഹിന്ദു ധനികൻ്റെ പേരൊന്നും ഇല്ലേ? നിങ്ങൾ ചേർക്കും ആരെങ്കിലും, അദാനി എന്നോ അംബാനി എന്നോ ആരെങ്കിലും, എക്സ് ഓർ വൈ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിലിങ്ങനെ കിടന്ന് കെട്ടിമറയണ്ട. അപ്പം ഞാൻ ഇതുവരെ കൊടുത്തതൊന്നും ദൈവം അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇത് അമ്പലത്തിൽ മാത്രം കൊടുക്കുന്ന കാര്യമല്ല, നിങ്ങൾ കൊടുക്കാത്തതിൻ്റെയും കാണിച്ചു കൂട്ടിയിട്ടുള്ള ദ്രോഹങ്ങളുടെയും എല്ലാറ്റിൻ്റെയും കണക്ക് മൂപ്പരയിലുണ്ട്. അല്ലാതെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കണക്കെടുക്കുന്ന ഒരാളല്ല. എല്ലാറ്റിൻ്റെയും കർമ്മസാക്ഷിയാണ്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ശുദ്ധാവില്ലേ? ആവണം. ശരി, നമുക്ക് അപ്പം ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു, അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ആ ദുഃഖത്തിൽ പങ്കുചേരും. ഇത് ശ്രദ്ധിക്കും. 4-ാമത്തെ മന്ത്രത്തിൽ എങ്ങനെയാണ് ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത്? പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. പ്രതിബോധവിദിതം മതം.
ബോധം പ്രതി ഉദിച്ചുയരുന്ന സങ്കല്പങ്ങളെ മതം അറിയുന്നുവെങ്കിൽ പ്രതിബോധവിദിതം എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് ഈ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്തെ അതിൻ്റെ ഒന്ന് രണ്ട് പടികളുണ്ട്. ആദ്യത്തേത് ഈ പ്രപഞ്ച അവബോധം എന്ന് പറയുന്ന ചുറ്റുപാടിനെ നന്നായി നിരീക്ഷിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ ചുറ്റുപാടിനെ നിരീക്ഷിച്ച് അതെല്ലാം നമ്മുടെ ഓരോ ശബ്ദവീചികളാണെങ്കിലും അതിനോടൊന്നും താതാത്മ്യപ്പെടാതെ സാക്ഷിഭാവത്തിൽ, അത് ഏത് ശബ്ദമാണെങ്കിലും അനുകൂല പ്രതികൂല പ്രതികരണങ്ങളില്ലാതെ ഒരു നല്ലൊരു ഒബ്സർവറായിട്ട് ഒന്നിനോടും ഇതെന്തൊരു ശല്യമായി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പം എന്ന് തോന്നരുത്. ശബ്ദവീചിയാണ്. അത് അമ്പലത്തിൽ നിന്ന് പാട്ട് വരികയാണെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്കാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാം ശബ്ദവീചികളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കടന്ന് പിന്നെ തൻ്റെ ശരീരത്തിലേക്ക് വരുന്ന ശരീര അവബോധത്തിൻ്റെ ഒരു തലമുണ്ട്. അവിടെ നമ്മുടെ ഈ ശരീരത്തെ തന്നെ പൂർണ്ണമായി വിശ്രമിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ധ്യാനത്തിൽ അതൊക്കെ വളരെ പ്രധാനം. ഇവിടെ അതിൻ്റെ ആ പടികളെ ഒന്നും പറയുന്നില്ല. ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം പറയുകയാണ്. അതിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ ബുദ്ധിവൃത്തികൾ എന്നൊക്കെ പറയാം. സങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ അതെന്താണ്? നമ്മുടെ മനോബുദ്ധിയിലേക്ക് തെളിഞ്ഞു വരുന്ന ഓരോരോ സങ്കല്പങ്ങളുണ്ടല്ലോ, ഓരോന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. ആനയെക്കുറിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുള്ളവരങ്ങനെ നെറ്റിപ്പട്ടം കെട്ടിയ കുറേ ആനകൾ. ഇനി അതല്ല കുമളി തേക്കടി ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ആനക്കൂട്ടം, ആ ഡാം റിസർവോയറിൽ വെള്ളം കുടിക്കാൻ വരുന്ന കുട്ടിയാനകളുടെ ഒക്കെ കൂടെ വരുന്ന പിടിയാനയും കുറച്ചെണ്ണം കൂടുതൽ അവിടുന്ന് ഇങ്ങനെ കളിച്ച് തിമർക്കുന്ന ആനകൾ. ഇനി ഇവിടെ കോട്ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട് ആനയുടെ. അവിടെ പോയാലും ഇതേപോലെ കുളിക്കാൻ വരുന്നത് കാണാം. അപ്പോൾ ചങ്ങലയുള്ള ആനയും ചങ്ങലയില്ലാത്ത ആനകളും നെറ്റിപ്പട്ടം കെട്ടിയതും പാപ്പാൻ തെളിച്ചു കൊണ്ടുപോണതും ഇതെല്ലാം എന്താണ്? നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്ന ഇതെല്ലാം നമ്മളുണ്ടാക്കുന്നതാണ്. ആനയെ മാറ്റി പാപ്പാനെ വരുത്താം, അതിൽ നെറ്റിപ്പട്ടം ആവാം. പെട്ടെന്ന് ആ നെറ്റിപ്പട്ടം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരെണ്ണം ആണിയടിച്ച് വെച്ചത് കാണാം. ഇതൊക്കെ എന്താ? നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുത്തു മാറ്റി അങ്ങനെ വരുന്നു. ഒക്കെ നാമരൂപാധികളാണ്. അതിനിവിടെ പറയാം. അതുപോലെ നമുക്ക് പല പല സങ്കല്പങ്ങളുണ്ടാവും. ആ നമ്മുടെ സങ്കല്പങ്ങളെ നിരീക്ഷണം ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെയാണോ നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പം അടുക്കളയിൽ, നിങ്ങൾ വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ആരോ എന്തോ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത് കേൾക്കുമ്പം കണ്ണടയ്ക്കാൻ പറ്റില്ല. കണ്ണടയ്ക്കണ്ട. കണ്ണടച്ചാൽ മറ്റുള്ളവർ ഇവരറിയും, നിങ്ങളും ഇവരറിയും. അപ്പോൾ ഓരോരോ ശബ്ദവീചികൾ, അപ്പോൾ അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ പോകും. അതേപോലെ ഒരു ഫാൻ കറങ്ങുന്ന ശബ്ദം, സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്ന, കാറ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം, ഇതൊക്കെ പുറത്തൊരു ബാഹ്യലോകത്തെ എങ്ങനെയാണോ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ലോകമുണ്ട്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് പ്രതിബോധവിദിതം മതം. ബുദ്ധിസങ്കല്പങ്ങളെ, അതെന്തൊക്കെയാണോ ഓരോരുത്തരുടെ ബുദ്ധിസങ്കല്പങ്ങൾ, അതിനെ വിശകലനം ചെയ്താൽ അമൃതത്വം ഹി വിന്ദതേ. എന്താ ഈ അമൃതം എന്ന് പറഞ്ഞാൽ? നമൃതം, മരണമില്ലാത്തത്, മാറ്റമില്ലാത്തതാണ്.
ഈ ബുദ്ധി സങ്കല്പങ്ങൾക്കെല്ലാം ഓരോന്നുണ്ടായി ഇല്ലാതെയായി, ഉണ്ടായി ഇല്ലാതെയായി, ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയായത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഹിമാലയത്തിൽ ബദ്രിനാഥിൽ പോയി കഴിഞ്ഞാൽ അവിടെ മനോഹരമായിട്ടുള്ളൊരു തീർത്ഥമുണ്ട്. തീർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു സ്ഥലമാണ്, അതൊരു അത്ഭുതവുമാണ്. ബദ്രിയല്ല, കേദാറിൽ മാനസതീർത്ഥം എന്നെന്തോണ് പേരത്. ആ കേദാർ ക്ഷേത്രം ഇറങ്ങി ഒരു എക്സ്ട്രീം ലെഫ്റ്റിലായിട്ടാണ്. ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്താണ്, ഉള്ളിലേക്ക് പോകണം. അത് ചെറിയൊരു ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രമൊന്നുമല്ല, ചെറിയൊരു കമാനം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൈലാസത്തിലേക്ക് പോകുമ്പോൾ യമദ്വാരം പോലെ. അപ്പം അവിടെ ഈ ഒരു നീരുറവ വന്നിട്ടിങ്ങനെ വെള്ളം, തെളിഞ്ഞ വെള്ളം അങ്ങനെ ഒരു ചെറിയൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ തോന്നും ഒരു ടാങ്കാണെന്ന് തോന്നും. കല്ലൊക്കെ പാവിയിട്ടുള്ളതാണത്. അതിങ്ങനെ വന്നിങ്ങനെ വെള്ളം വളരെ സൈലൻ്റായിട്ട് പോകുന്നുണ്ട്. ഉറവയാണത്. മറ്റൊരിടത്തും കാണാത്ത ഒരു അത്ഭുതമുണ്ട്. നമ്മളിങ്ങനെ അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രസം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ ബബിൾ ഇങ്ങനെ വരും. ചിന്തകളില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അതിൽ ബബിളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് രസമാണത്. പോയി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുപോലെയാണത്. ഈ പൊട്ടക്കിണറ്റിലേക്കൊക്കെ നോക്കിയാലുണ്ട് ഇത്. ചില കിണറിൽ നിങ്ങൾ നോക്കൂ, ഇടയ്ക്ക് ഇങ്ങനെ വരും. അതുപോലെ തവളയോ എന്തെങ്കിലും കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് പിടികിട്ടും. അത്രയേ ഉള്ളൂ. പക്ഷെ പറയുന്നത് ഇതുപോലെയാണ്. മനസ്സ് ശാന്തമാവും, പക്ഷേ ഇങ്ങനെ ഓരോന്നും ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒന്നും രണ്ടും ബബിൾ ഉണ്ടായി ബബിൾ ഇല്ലാത്ത അവസ്ഥയാണ് അതിനെയാണ് അമൃതം എന്ന് പറയുന്നത്. ചിന്തകളില്ലാത്ത സമയം. ആ അമൃതത്വം ഹി വിന്ദതേ, അതിനെ നമുക്ക് കിട്ടും. അതിനെയാണ് ഈ അമനീഭാവം എന്നൊക്കെ പറയാം. അതിലേക്ക് വീഴുന്നതിനെയാണ് ഈ ക്ഷുദ്രസമാധി എന്ന് പറയും, ക്ഷണികമായത്. എന്തായാലും പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. പൂർണ്ണമല്ല അത്. പറയുന്നു ആത്മന വിന്ദതേ വീര്യം. തുടർന്ന് വീണ്ടും നമ്മൾ അന്വേഷണം എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അതിൽ നിന്ന് വിന്ദതേ, അതിനെ പ്രാപിക്കും. വിന്ദതേഹി ആത്മന, അതിനെ കുറേയും കൂടെ ഒരു തെളിവാർന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതിനെയാണ് വീര്യം വിന്ദതേ. നമുക്കതിൽ എന്തുണ്ടാവും? താല്പര്യമുണ്ടാവുന്നു, ഉത്സാഹമുണ്ടാവുന്നു. നമുക്കതിലേക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ, അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ. ആ ഈശത്തിൽ എന്താ ഉണ്ടത്? ഏകത്വം അനുപശ്യത. ആ ഏകത്വത്തെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള ജിജ്ഞാസയിൽ, ആ ജിജ്ഞാസയെയാണ് ഇവിടെ ആത്മനാ വിന്ദതേ വീര്യം എന്ന് പറഞ്ഞത്. ആ വീര്യത്തിൽ നിന്ന് അവൻ എന്താണ്? ആ വീര്യത്തെയാണ് ഇവിടെ വിദ്യയാ വിന്ദതേ. എന്ത്? അമൃതം വിന്ദതേ. ആ മരണമില്ലായ്മ അവൻ പ്രാപിക്കുന്നു. ധ്യാനത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഠോപനിഷത്തിൽ പറയുമ്പം മനോഹരമായിട്ട് മറ്റൊരു രൂപത്തിൽ പറയും.
ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി. ആ പരമമായ ഗതി ഗീതയിൽ പറയുമ്പം യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, എവിടെ എത്തിയാൽ തിരിച്ചു വരവില്ലയോ അതാകുന്നു എൻ്റെ പരമമായ ധാമം. അതെങ്ങനെയാണ്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷ. ഇതെല്ലാം ആന്തരിക ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ഇന്ദ്രിയങ്ങൾ, ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ, മനസ്സ്, ബുദ്ധി, ബോധം, അതിനിടയിലുള്ള അവ്യക്താവസ്ഥ. അവ്യക്തത്തിലാണ് നമ്മൾ നിദ്രയിലേക്ക് പോകുന്നത്. അതിനെയും കടന്നിട്ട് അവ്യക്താത് പരപുരുഷ, അതിനപ്പുറത്തേക്കാണ് അവൻ. ഇവിടെ പറയുന്നത് ആത്മന വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. തുടർന്ന് ഇഹ ചേതവേദീത് അധസത്യമസ്തി ന ചേതിഹ വേദീൻ മഹദീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഃ പ്രത്യസ്മാ ലോകാദമൃതാ ഭവന്തി. അതിഗംഭീരമായ ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. ഇഹ ചേത് അവേദീത് അധ സത്യമസ്തി. ഈ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നീ ഇവിടെ ഇഹ അവേദീത് ചെയ്ത് ഈ മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കെ നീ എവിടെ ഇരിക്കുന്നു? എവിടെയാണോ നീ ഇരിക്കുന്നത് അവിടെ. അതായത് ഗുരുവായൂർ അമ്പലനടയുടെ മുന്നിൽ ഹിമാലയത്തിൽ നിന്നൊന്നുമില്ല. എവിടെ നീ ഇരിക്കുന്നു? 1-ാം തീയതി ആവട്ടെ, 30 വെള്ളിയാഴ്ചയാവട്ടെ, ഇഹ അവേദീത് ചെയ്ത് ഇവിടെ ഈ മനുഷ്യ ശരീരത്തോടുകൂടി. അതിന് നീ അടുത്ത ജന്മം ബ്രാഹ്മണനാവാനൊന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഇരിക്കുന്നു എങ്കിൽ അത സത്യം അസ്തി, എങ്കിൽ സത്യം ഉണ്ട്. നീ ഇപ്പം അന്വേഷിക്കാൻ നീയാണതിൻ്റെ പ്രധാനം. നമ്മളോട് പറയാം, നീ ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നു എങ്കിൽ സത്യം ഉണ്ട്. അല്ലെങ്കിലോ ഇഹ ന അവേദീത് ചെയ്ത് ഈ മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കെ നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ, അന്വേഷിക്കുന്നില്ല എങ്കിൽ എന്താണ്? മഹദീ വിനഷ്ടി. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു നഷ്ടമാണ്, നഷ്ടക്കച്ചവടമാണ്. ശങ്കര ഭഗവത്പാദർ വിവേകചൂടാമണിയുടെ ആമുഖം ആയിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയും. ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. 3 കാര്യങ്ങൾ ദുർലഭമാണ്. ഏതത്രയം ദുർലഭം. എന്താ? ഒന്നാമത്തെ എന്താ? മനുഷ്യത്വം. മനുഷ്യനായി ജനിച്ചു, പിന്നെ മനുഷ്യത്വം. മുമുക്ഷുത്വം, അതാണിത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ, അതാണ് മുമുക്ഷുത്വം. പിന്നെയോ മഹാപുരുഷ സംശ്രയ, അതിന് പറ്റിയ ഒരു സംസർഗം. ഈ യൂട്യൂബ് പ്രഭാഷണം അങ്ങനെ ഒരു സംസർഗമായിട്ട് സ്വീകരിച്ചോളൂ. ഗ്രന്ഥം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഗുരുക്കന്മാരെ കൊണ്ട് സമ്പന്നമല്ലേ നമ്മുടെ നാട്. ഇഹ ചേതവേദീദത സത്യമസ്തി ന ചേദിഹ വേദീൻ മഹദീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ. ധീരാഹ, ധീരന്മാർ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിച്ച് ഇതിൻ്റെ രഹസ്യം അറിയണം. ചോദിച്ചല്ലോ, കേനേഷിതം പതിതി പ്രേഷിതം മനഃ എന്ന ചോദ്യം. അവനാണ് ധീരൻ. ധീരാഹ ഭൂതേഷു ഭൂതേഷു വിജിത്യ, ഓരോ പ്രപഞ്ച ഘടകങ്ങളെയും വിശ്ലേഷിച്ച്
ഇതെന്ത് എന്ന് അന്വേഷിച്ച് ഭൂതേഷു വിചിത്യ അസ്മാത് ലോകാത് പ്രേത്യ അമൃതാ ഭവന്തി. ഈ ലോകത്ത് വിട്ട്, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇതിന് മരണമുണ്ട്, മാറ്റത്തെ അതിവർത്തിച്ച് മാറ്റമില്ലാത്തതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതാകുന്നു, ഞാൻ അതാണ്. തത് ത്വം അസി, അതാണ് ഇവിടെ വേറൊരു രൂപത്തിൽ പറഞ്ഞു കൊടുത്തത്. അതാണ് നീ. ഇനി അവനെന്താ അറിയേണ്ടത്? അത് ഞാനാകുന്നു. അപ്പം ഞാൻ എന്തല്ല? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അപ്പം ഇപ്പറഞ്ഞ സാധനമല്ലേ ശങ്കരാചാര്യർ സ്വസ്വരൂപ അനുസന്ധാനം എന്ന് പറഞ്ഞത്? അതെന്താണ്? മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ നച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അത് ഇത്രയും പറഞ്ഞ് സത്യത്തിൽ ഉപനിഷത്ത് ഗുരു അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ചില ശിഷ്യന്മാരൊക്കെ അന്തം വിട്ടു. ഹേയ്, എന്താ അത് എന്ന്. അപ്പോൾ ഗുരുവിന് തോന്നി ഒരു കഥ പറയാം. ഈ തത്വത്തെ മുഴുവൻ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ മഹാഭാരതം രാമായണം എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെയൊക്കെ രത്ന ചുരുക്കമാണത്. ഈ മഹാഭാരതത്തെയും രാമായണത്തെയും സകല പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ ഋഷി ഒരു കഥ അങ്ങോട്ട് പറയുന്നു. എന്താ ഋഷി പറഞ്ഞ കഥ? നാളെ കേൾക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.